എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രെയിൻ ദ റൈറ്റ് പീപ്പിൾ. അതായത് ശരിയായിട്ടുള്ള ആളുകളെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. ശരിയായിട്ടുള്ള ആളുകളെ പരിശീലിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെ നമ്മളപ്പോൾ ഉപേക്ഷിക്കണം എന്നാണോ? അല്ല, ഒരിക്കലും അല്ല. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു അധ്യാപകനാണ് എന്ന് വിചാരിക്കുക. നമ്മുടെ അടുത്ത് പല കുട്ടികളും പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നാച്ചുറലായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള കഴിവുള്ള കുറേ കുട്ടികളുണ്ടാകാം. ആ കഴിവില്ലാത്ത കുട്ടികളുണ്ടാകാം. അപ്പോൾ ആ കഴിവുള്ള കുട്ടികളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് മറ്റു കുട്ടികളെ അവഗണിക്കണം എന്നല്ല ഇവിടെ പറയുന്നത്. ഓരോരുത്തരുടെയും കഴിവുകൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ അവരെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ വലിയൊരു കഴിവ് എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലായിരിക്കും കഴിവ്. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളെ തന്നെ ഒരു നേതാവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് എന്താണ് അവരുടെ നാച്ചുറലായിട്ടുള്ളൊരു കഴിവ് എന്താണ്, അത് മനസ്സിലാക്കി അതിന് പറ്റിയ ജോലികൾ എന്തൊക്കെയാണോ എന്നുള്ളത് അവർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ ആ പറ്റിയ രീതിയിൽ അവരെ കാര്യങ്ങൾ പരിശീലിപ്പിക്കുക. വീണ്ടും ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കണക്ക് ടീച്ചറാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ കണക്ക് ഒട്ടുമിക്ക കുട്ടികൾക്കും സ്കൂളിലെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ചില കുട്ടികൾക്ക് കണക്ക് വളരെ ഇഷ്ടമാണ്. ബാക്കി കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ കണക്കിനെ ശരിക്കും പേടിയായിരിക്കാം. ആ പേടി ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ, ആ പേടിക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. ആ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി തനിയെ കണക്ക് പഠിച്ചോളും. ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഇതൊരു കണക്ക് മാഷിൻ്റെ കഥ മാത്രമല്ല, ഒരു നേതാവ് എന്നുള്ള രീതിയിൽ ഓരോ വ്യക്തിയുടെയും ഒരു ഉത്തരവാദിത്വമാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, കഴിവില്ലാത്തൊരു മനുഷ്യൻ എന്ന രീതിയിൽ കാണുന്നതിന് പകരം എന്തുകൊണ്ട് അയാൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി അയാൾക്ക് വേണ്ട രീതിയിൽ വേണ്ട പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളും നല്ല രീതിയിൽ ഉയരും എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് പല നേതാക്കന്മാരും ചെയ്യാറില്ല. കാരണം അതിനൊക്കെ നമ്മൾ എന്തിനാ അതിനൊക്കെ വേണ്ടി മെനക്കെടുന്നത് എന്ന രീതിയിലാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷെ നല്ലൊരു നേതാവ് അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന ആരാണെങ്കിലും, അത് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിലും, നമ്മുടെ പ്രസ്ഥാനത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും, ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും, ഇനി നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ കുട്ടികളാണെങ്കിലും, നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഓരോരുത്തർക്കും ശരിക്കും പറഞ്ഞാൽ ഈ പ്രകൃതി തന്നെ വളരെ വലിയൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഒരു വ്യക്തിക്ക് അത് അറിയില്ലായിരിക്കാം. അത് കണ്ടെത്തി അതിൽ വേണ്ട പരിശീലനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലൊരു നേതാവിൻ്റെ നല്ലൊരു ലക്ഷണം. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ഉയരാനായിട്ട് പരമാവധി നമുക്ക് ശ്രമിക്കുകയും അവരെ ആ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.